തൃപ്പൂണിത്തുറയിൽ നിന്ന് വളരെ പൈശാചികമായ ഒരു സംഭവം. അതിന് ശേഷം ഒരു കുട്ടി ആത്മഹത്യ ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ കേട്ടിരുന്നു. ആ വാർത്തയുടെ അപ്ഡേഷനാണ്. എറണാകുളം തൃപ്പൂണിത്തുറയിൽ 15-കാരൻ ഫ്ളാറ്റിൽ നിന്ന് ചാടി ജീവനൊടുക്കിയത് റാഗിങ്ങിനെ തുടർന്നെന്ന പരാതിയുമായാണ് ഇപ്പോൾ അമ്മ എത്തിയിരിക്കുന്നത്. അതെ, മരിച്ച മിഹിറിന്റെ മാതാവ് പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിൽ ചോറ്റാനിക്കര ഗ്ലോബൽ പബ്ലിക് സ്കൂളിനെതിരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് നടത്തിയിരിക്കുന്നത്. ജനുവരി 15-നാണ് മിഹിർ എന്ന 15 വയസ്സുകാരൻ ഫ്ളാറ്റിൽ നിന്ന് ചാടി ജീവനൊടുക്കിയത്. സ്കൂൾ വിട്ടുവന്ന ശേഷം താമസിക്കുന്ന തൃപ്പൂണിത്തറ ചോയ്സ് ടവറിന്റെ 26-ാം നിലയിൽ നിന്ന് താഴേക്ക് ചാടി 3-ാം നിലയിലെ ഷീറ്റിട്ട ഭാഗത്തേക്കാണ് മിഹിർ വീണത്. തൽക്ഷണം മരിച്ചു. ദിവസങ്ങൾക്ക് ശേഷമാണ് സംഭവത്തിലെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. മകന്റെ മരണത്തിലെ ദുരൂഹത പുറത്തു കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് കുടുംബം നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇതിനിടെയാണ് കൂടുതൽ വെളിപ്പെടുത്തലുകൾ. ചോറ്റാനിക്കര ഗ്ലോബൽ പബ്ലിക് സ്കൂളിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് പുതിയ പരാതിയിലുള്ളത്. മിഹിറിന്റെ സഹപാഠികൾ മാതാവിന് അയച്ചു നൽകിയ ചാറ്റുകളിലാണ് മകൻ നേരിട്ട ക്രൂരപീഡനം വിവരിക്കുന്നത്. സ്കൂളിലും സ്കൂൾ ബസ്സിലും ഒരു കൂട്ടം വിദ്യാർത്ഥികൾ മർദ്ദിച്ചു, വാഷ്റൂമിലെത്തിച്ച് ക്രൂരമായി പീഡിപ്പിച്ചു, ക്ലോസറ്റിൽ മുഖം മുക്കിവെച്ച് ഫ്ലഷ് ചെയ്തു. കേട്ടാലറയ്ക്കുന്ന ചെയ്തികൾ വേറെയും. നിറത്തിന്റെ പേരിൽ കുത്തുവാക്കുകളും പരിഹാസവും തുടർക്കഥയായിരുന്നെന്നും മാതാവ് പോലീസ് മേധാവിക്ക് കൈമാറിയ പരാതിയിൽ പറയുന്നു. മരണത്തിന് ശേഷവും ഇതേ പരിഹാസം തുടർന്നതിന്റെ തെളിവുകളും പരാതിയിലുണ്ട്. സ്കൂളിൽ നേരിട്ട ക്രൂരതകളിൽ നിസ്സഹായനായി ജീവനൊടുക്കേണ്ടി വന്നെന്നാണ് കുടുംബത്തിന്റെ പരാതി. ഗ്ലോബൽ സ്കൂളിന് പുറമെ മിഹിർ മുമ്പ് പഠിച്ച ജെം സ്കൂളിനെതിരെ ബാലാവകാശ കമ്മീഷനും കുടുംബം പരാതി നൽകി. സ്കൂളിലെ വൈസ് പ്രിൻസിപ്പൽ ഉപദ്രവിച്ചെന്നാണ് ആരോപണം. അതിക്രൂരമായ റാഗിംഗ് കഥയാണ് ചോറ്റാനിക്കര ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ നിന്ന് പുറത്തുവരുന്നത്. മകന്റെ നീതിക്കായി നിയമ പോരാട്ടത്തിനിറങ്ങുകയാണ് കുടുംബം. വിഷയത്തിൽ ഇതുവരെ പ്രതികരിക്കാൻ ഗ്ലോബൽ സ്കൂൾ തയ്യാറായിട്ടുമില്ല. കൊച്ചിയിൽ നിന്ന് അശ്വിൻ പാലാഴി, 24.